ഹലോ പ്രിയപ്പെട്ടവരെ, ഞങ്ങളൊരു അവധിക്കാല യാത്രയുമായിട്ട് മുമ്പോട്ട് പോവുകയാണ്. ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം ഉള്ളത് ഞങ്ങളുടെ പ്രിയപ്പെട്ട കുടുംബ സുഹൃത്തായ ശ്രീകുമാറും അദ്ദേഹത്തിൻ്റെ കുടുംബവുമാണ്. അങ്ങനെ യാത്രാ വിവരണങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ദേവ് ഫാമിലി വ്ളോഗ്സിൻ്റെ ഈ പുതിയ വ്ളോഗിലേക്ക് ഹാർദവമായ സ്വാഗതം. അങ്ങനെ കോട്ടയത്തുള്ള നമ്മളുടെ സുഹൃത്ത് ശ്രീകുമാറിൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ 3 തീയതി മെയ് രാവിലെ യാത്ര ആരംഭിച്ചു. ഞങ്ങളുടെ യാത്ര ആരംഭിക്കുമ്പോൾ തന്നെ മറിയപ്പള്ളിയിലുള്ള ശിവപാർവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങളുടെ യാത്ര ആരംഭിക്കുന്നത്. രാവിലെ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെക്കുവാനും വണ്ടിയെല്ലാം തയ്യാറാക്കുന്നതിൻ്റെയൊക്കെ തിരക്ക് കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ കോട്ടയത്തുള്ള ആര്യാസ് വെജിറ്റബിൾ റെസ്റ്റോറൻറ്റിൽ കയറി ഞങ്ങൾ ഭക്ഷണവും ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടാണ് ഈ യാത്ര ആരംഭിക്കുന്നത്. വെജിറ്റബിൾ ഭക്ഷണം ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കോട്ടയത്ത് എത്തുകയാണെങ്കിൽ ആര്യാസ് റെസ്റ്റോറൻറ്റിൽ കയറുവാൻ മറക്കേണ്ട. നല്ല ഭക്ഷണമാണ്, നല്ല ടേസ്റ്റുള്ള ഭക്ഷണമാണ് ആര്യാസ് റെസ്റ്റോറൻറ്റ്. അങ്ങനെ ആര്യാസ് റെസ്റ്റോറൻറ്റിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങൾ കോട്ടയത്ത് നിന്ന് മുണ്ടക്കയം വഴി പെരുവന്താനം കൂടിയിട്ട് അങ്ങനെ കുമളി റോഡിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോഴുള്ള ദൃശ്യങ്ങൾ. യാത്രക്കിടയിൽ കുമളിയിൽ കൂടി യാത്ര ചെയ്യുമ്പോഴുള്ള ദൃശ്യം പ്രകൃതിയാൽ അനുഗ്രഹീതമായ പ്രകൃതിയുടെ സൗന്ദര്യം ശരിക്കും ആസ്വദിക്കാൻ കഴിയുന്ന വളരെ മനോഹരമായ ദൃശ്യമായിരുന്നു ഞങ്ങൾക്ക് അവിടെ കാണാൻ സാധിച്ചത്. ഞങ്ങൾ യാത്രക്കിടയിൽ വാഹനം നിർത്തിയിട്ട് അവിടെ നിന്ന് ആ പ്രകൃതി ഭംഗി ആവോളം ആസ്വദിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. വളരെ കുളിർമയുള്ള അന്തരീക്ഷം, മനസ്സിനും ശരീരത്തിനും ഒക്കെ കുളിർമ നൽകുന്ന വശ്യസുന്ദരമായ ദൃശ്യമായിരുന്നു അത്. നമ്മളിപ്പോൾ കുമളിയിലെത്തി. എന്ത് ഭംഗിയുള്ള സ്ഥലമാണെന്നറിയാമോ? അപ്പം നമ്മൾ കാണുന്ന കാഴ്ചകൾ നിങ്ങളിങ്ങനെ കാണിച്ചു തന്നെ. അപ്പോൾ നിങ്ങൾ കണ്ടോ, അടിപൊളിയാണ്, ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു പോസിറ്റീവ് എനർജി ഒന്നിരിക്കുകയാണ്. നോക്കാം വാ. ചൂടെടുത്ത് മടുത്ത് അതുകൊണ്ട് ഐസ്ക്രീം തിന്നാന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളിപ്പോൾ കോട്ടയത്ത് നിന്ന് യാത്ര തിരിച്ച് കുമളിയിലെത്തിയിരിക്കുകയാണ്. ഇവിടെ നല്ല രസമുള്ളൊരു സ്ഥലമെത്തിയപ്പോൾ ഞങ്ങൾ വണ്ടി നിർത്തി അതിങ്ങനെ വീക്ഷിക്കുകയാണ്. നല്ല രസമാണ് കേട്ടോ. ഈ റൂട്ടിലൂടെ പോകുമ്പോൾ സാധിക്കുന്നതിലൂടെ ഇറങ്ങുക, സ്ഥലമെല്ലാം കാണും. ഓക്കെ,
അങ്ങനെ കുമളിയിലെ ദൃശ്യഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ യാത്ര ചെയ്ത് കുമളി പട്ടണത്തിലെ ടൗണിനകത്തെത്തി. അപ്പം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയുള്ള ഒരു ഇടം ഞങ്ങൾ സെർച്ച് ചെയ്യായിരുന്നു. അപ്പോൾ ഒരുവിധം നല്ലൊരു ഹോട്ടലിൽ ഞങ്ങൾ കണ്ടു. ആ ഹോട്ടലിൽ കയറി ഞങ്ങൾ ഉച്ചഭക്ഷണം ഓർഡർ ചെയ്തു. चिकन फ्राइड राइस मशरूम चिल्ली मशरूम ग्रेवी वेज कढ़ाई परोटा चपाती चिकन फ्राइड राइस. ഫുഡ് ഡിലീഷ്യസ് ആയിട്ടുണ്ട്. എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു. അടിപൊളി ഫുഡ്. കുമളിയുടെ സൗന്ദര്യം ആ ഹോട്ടലിനും പരിസരത്തും ഞങ്ങൾക്ക് ദൃശ്യമായിരുന്നു. മൗസ് ആൻഡ് മാൾട്ട് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു അത്. അപ്പോൾ ഈ ഭാഗത്തേക്ക് യാത്ര ചെയ്യുന്ന നമ്മളുടെ ആരെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാൻ പറ്റിയ ഒരു ഹോട്ടലാണിത്. ഭക്ഷണവും നന്നായിരുന്നു, നല്ല ടേസ്റ്റുള്ള, അതുപോലെ തന്നെ വളരെ വൃത്തിയുള്ള ഒരു ഹോട്ടലായിരുന്നു ഇത്. അങ്ങനെ ഭക്ഷണത്തിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് യാത്ര വീണ്ടും ആരംഭിച്ചു. കുമളി പട്ടണത്തിൽ കൂടിയുള്ള യാത്രയാണ് കേട്ടോ. വളരെ തിരക്കുള്ള ഒരു റോഡാണ്. പട്ടണത്തിൽ കൂടി വളരെ കെയർ ചെയ്ത് വേണം മുമ്പോട്ട് പോകാൻ. കാരണം നിറഞ്ഞ ഒരു ട്രാഫിക് തന്നെ ഉണ്ടായിരുന്നു ഇവിടെ. അങ്ങനെ ഞങ്ങൾ കമ്പം തേനി കൂടി കൊടൈക്കനാലിലേക്കുള്ള യാത്രയിലാണ്. റോഡിൻ്റെ ഇരുവശത്തും വളരെ ഭംഗിയുള്ള കാഴ്ചയായിരുന്നു. ശരിക്കും വനത്തിൽ കൂടി പോകുന്ന ഒരു ഫീല് നമുക്ക് അനുഭവപ്പെടും. അപ്പുറത്തേക്കും ഇടതും വലതുമായിട്ടുള്ള ദൃശ്യഭംഗി വളരെ മനോഹരമായിരുന്നു. അത് കണ്ടിരിക്കേണ്ട കാഴ്ചകൾ തന്നെയാണ്. നമ്മൾ ഈ വനത്തിൽ കൂടിയുള്ള യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെങ്കുത്തായിട്ടുള്ള കുന്നും ചെരുവും അതുപോലെ തന്നെ ഹെയർ പിൻ വളവുകളും ഒക്കെയുള്ള വളരെ ശ്രദ്ധിച്ച് യാത്ര ചെയ്യേണ്ട ഒരു റോഡാണെന്ന് മനസ്സിലായത്. കാഴ്ച വളരെ ഭംഗിയുള്ളതായിരുന്നു. അതുപോലെ തന്നെ ക്ലൈമറ്റ് വളരെ നല്ലതായിരുന്നു ഈ യാത്രയിലുടനീളം.
അങ്ങനെ ഞങ്ങൾ തേനിയിലേക്കുള്ള റോഡിലേക്ക് പ്രവേശിച്ചു. തമിഴ്നാട്ടിൽ റോഡിൻ്റെ ഇരുവശത്തുമായിട്ടുള്ള മനോഹരമായ കാഴ്ചകളായിരുന്നു കാണാൻ സാധിച്ചത്. ആരെങ്കിലും ഈ റൂട്ടിൽ ഇതുവരെയും പോകാതെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് കാണുക. വളരെ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളാണ്. പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച് തന്നിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. റോഡുകളാണെങ്കിലും നല്ല സ്മൂത്ത് റോഡുകളാണ്. അപ്പോൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ യാത്ര ചെയ്യാൻ സാധിക്കും. യാത്ര പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ്. നമുക്ക് ഒരുപാട് വൃക്ഷങ്ങളും തെങ്ങുകളും അതുപോലെ തന്നെ കൃഷിയിടങ്ങളും ഒക്കെ കാണാൻ സാധിക്കുന്ന ഒരു യാത്ര തന്നെയാണ് ഈ റൂട്ടിലേക്കുള്ള യാത്ര. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ ട്രാവൽ വ്ളോഗിൻ്റെ ആദ്യത്തെ ട്രാവൽ വ്ളോഗാണിത്. അതിൻ്റെ 1ാം ഘട്ടം ഇവിടെ തീരുകയാണ്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. തുടർന്നുള്ള ഞങ്ങളുടെ വീഡിയോകൾക്കായി കാത്തിരിക്കുക. താങ്ക് യു സോ മച്ച്.